പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദേവാലയം കർത്താവിൻ്റെ കൂടാരമാണ് എന്ന് നമ്മൾ കണ്ടു. നമ്മൾ തന്നെ ജീവിക്കുന്ന നമ്മുടെ ശരീരവും നമ്മുടെ ലോകവും നമ്മുടെ കുടുംബവും കൂടാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. കർത്താവിൻ്റെ കൂടാരത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് നമ്മളൊരിക്കൽ കാണുകയുണ്ടായി. നമ്മുടെ തന്നെ കൂടാരവിരികൾ കൊടുങ്കാറ്റിൽ കീറിപ്പറിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. ഇന്ന് നമ്മൾ മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് ധ്യാനിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് തന്നെയാണ് നമ്മുടെ കൂടാരം എന്ന ആ ഒരു ചിന്ത. വെളിപാട് പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസനത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. നമ്മൾ കൂടാരങ്ങൾ ഇന്ന് പൊതുവേ കാണുക സർക്കസ് കൂടാരങ്ങളാണ്. മിലിറ്ററിയുടെ കൂടാരങ്ങളുണ്ട്, പലതരത്തിലുള്ള കൂടാരങ്ങൾ കാണാറുണ്ട്. പക്ഷേ അധികവും പരിചയമായിട്ടുള്ളത് സർക്കസ് കൂടാരങ്ങളാണ്. കൂടാരത്തിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. നടുവിൽ നിവർത്തി നിർത്തുന്ന ഒരു തൂണുണ്ടാവും. ആ തൂണിലാണ് കയറുകളെല്ലാം കെട്ടുക. ആ തൂണിൽ കെട്ടിയ കയറുകൾ ചുറ്റും അരിച്ചിരിക്കുന്ന ഇരുമ്പാണികളിലേക്ക് അല്ലെങ്കിൽ മരയാണികളിലേക്ക് വലിച്ചു കെട്ടും. അതിന് മുകളിലാണ് വിരികൾ ഇടുക. ഇതായിരുന്നു പണ്ടുകാലം മുതലേ കൂടാരമുണ്ടാക്കുന്ന വിധം. ഈ വിരികൾ അധിക പങ്കും ഒന്നുകിൽ മൃഗത്തിൻ്റെ, അത് ആടിൻ്റെയോ കാളയുടെയോ തോലായിരിക്കാം, തോല് കൊണ്ടുള്ള വിരികളുണ്ടാവാം. അതല്ലെങ്കിൽ രോമം കൊണ്ടുണ്ടാക്കിയതാവാം. ആട്ടിൻ രോമമോ അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ രോമമോ ഒക്കെ നെയ്തെടുത്ത് കൂടാരവിരികളായി ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ കൂടാരവിരി നെയ്യുന്ന തൊഴിൽ തനിക്ക് പരിചയമുണ്ടായിരുന്നു. കൂടാരപ്പണിയാണ് എൻ്റെ ജോലിയെന്ന് പൗലോസ് പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഇങ്ങനെ വസിക്കുന്ന ഒരു കൂടാരം, ഈ കൂടാരം ആകാശം പോലെയാണ് നമുക്ക് തോന്നുന്നത്. കൂടാരത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നു. ചുറ്റുപാടും വൃത്താകൃതിയിലുള്ള ആ ആണിയടിച്ചിരിക്കുന്ന ആ വൃത്തത്തിലേക്കാണല്ലോ ഈ വിരി വരുന്നത്. ഇത് പ്രപഞ്ചത്തെ മൊത്തം നോക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ചക്രവാളം വൃത്താകൃതിയിലാണ് കാണുക. ആകാശം മുകളിലുയർന്നു നിൽക്കുന്നു. ഇങ്ങനെ ചുറ്റുപാടുമുള്ള ചക്രവാളത്തിലെ കുറ്റികളിൽ കർത്താവ് തന്നെ ഉറപ്പിച്ചിരിക്കുന്ന നീലവിരിയാണ് നീലാകാശമെന്നും ഈ പ്രപഞ്ചം തന്നെ ഒരു കൂടാരമാണെന്നും ഉള്ള ചിന്ത കടന്നു വന്നു. ഒരു പടി കൂടി കടന്നിട്ടാണ് ഈ കൂടാരം വാസ്തവത്തിൽ ദൈവം ഉണ്ടാക്കിയ കൂടാരമല്ല, ദൈവം തന്നെയാണ് കൂടാരം എന്ന് പറയുക. ദൈവം മനുഷ്യരുടെ മധ്യേ വസിക്കും എന്ന ഒരു പ്രതീക്ഷ പഴയ നിയമത്തിലുണ്ടായിരുന്നു. അത് പുതിയ നിയമത്തിൽ പ്രത്യേകമായിട്ട് വരികയും ചെയ്തു. അവൻ മാംസം ധരിച്ചു, നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയും. നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ് പറയുന്നത്. ഈ കൂടാരത്തെക്കുറിച്ച് ആണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. വലിയ അപകടങ്ങളിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന് വന്നവർ, യേശുവിന് വേണ്ടി ജീവത്യാഗം സഹിക്കാൻ ജീവൻ നഷ്ടപ്പെടുത്തിയവരാണ് മതപീഡനത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ വലിയ ഞെരുക്കങ്ങളിലൂടെ കർത്താവിനോട് വിശ്വസ്തത പാലിച്ചവരാണ്. അവരെല്ലാം കടന്നു വരുമ്പോൾ അവരെ എവിടെയാണ് കർത്താവ് സ്വീകരിക്കുക? കർത്താവ് ഒരുക്കിയൊരു കൂടാരമല്ല, കർത്താവ് തന്നെയാണ് കൂടാരം. കർത്താവ് കൂടാരവിരിയായി അവർക്ക് മുകളിൽ സംരക്ഷണം നൽകുന്നു. പൗലോസ് ഏഥൻസിൽ വെച്ച് പറയുകയുണ്ടായി, ദൈവം നമ്മൾ ആരിൽ നിന്നും അകലെയല്ല, കാരണം നാം അവനിലാണ് വസിക്കുന്നത്, അവനിലാണ് ചരിക്കുന്നത്. നാം ശ്വസിക്കുന്ന വായുവിനേക്കാൾ നമ്മോട് അടുത്തിരിക്കുന്നവൻ. അപ്പോൾ ദൈവം നമുക്ക് മുകളിൽ കൂടാരമായി മാറുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ദൈവം പിതാവും പുത്രനുമായിരിക്കുന്ന പോലെ, പിതാവ് എങ്ങനെയും ഞാൻ അങ്ങിലുമായിരിക്കുന്ന പോലെ അവരും നമ്മിൽ ഒന്നാകണമെന്ന് യേശു പ്രാർത്ഥിച്ചു, പഠിപ്പിക്കുകയുണ്ടായി. ആ ഒരു സാന്നിധ്യത്തിലേക്കാണ് നമ്മൾ ഇവിടെ കടന്നു വരിക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മരിച്ചുപോയി എന്ന്. ഒരാൾ മരിക്കുമ്പോൾ വെറുതെ മരിച്ചുപോയി എന്ന് പറയുക. അറിഞ്ഞോ അറിയാതെയോ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ നടത്തുന്നത്. മരിക്കുന്ന ആൾ ശൂന്യതയിലേക്ക് ഇല്ലാണ്ടായി പോവുകയല്ല, ആ വ്യക്തി ദൈവമാകുന്ന കൂടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൂടാരം ഭവനമാണ്, അഭയം നൽകുന്ന സ്ഥലം. അപ്പം നമ്മുടെ അഭയം മറ്റെങ്ങുമല്ല, ദൈവത്തിൽ തന്നെയാണ്. മരണത്തോടുകൂടി സംഭവിക്കുന്നത് ഞാൻ ദൈവത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു തുള്ളി മഴവെള്ളം കടലിൽ വന്ന് വീഴുന്നത് പോലെ, അതല്ലെങ്കിൽ പുഴകൾ ഒഴുകി കടലിൽ ചേരുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിലേക്ക് ലയിക്കുകയാണ്. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി കൂടാരം ഒരുക്കുകയല്ല, എനിക്ക് വേണ്ടി കൂടാരമായി മാറുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നത്: നഗരത്തിൽ ദേവാലയം കണ്ടില്ല, എന്തെന്നാൽ സർവശക്തനായ ദൈവവും കുഞ്ഞാടും ആയിരിക്കും അതിലെ ദേവാലയം. 21-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം.
ഈ ദേവാലയം ദൈവമാകുന്ന ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ ദുഃഖമുണ്ടാവില്ല, കണ്ണീരും മുറവിളിയും ഉണ്ടാവില്ല. അവിടെ വേർപാടില്ല, വിരഹമില്ല, ദുഃഖമില്ല. ഈ ഒരു വലിയ പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. ദൈവമാണ് എൻ്റെ കൂടാരം. ആ കൂടാരത്തിൽ എത്തുന്നിടത്തോളം കാലം നമുക്ക് യാത്ര തുടരാം, നമ്മുടെ പ്രത്യാശ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട്. Thank you.